കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അജയനെ കാണുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നാലുപാടും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അജയനെ കുറിച്ച് മാത്രം ഒരു വിവരവും കിട്ടിയില്ല. അപ്പൊ എല്ലാവർക്കും സംശയമായി ഇനിയിപ്പം അജയനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണ് എന്നുള്ള. ജാനകിയുടെ സംശയം മുഴുവൻ തമ്പി തട്ടിക്കൊണ്ട് പോയെന്നാ. പക്ഷേങ്കില് അഭി പറഞ്ഞു അങ്ങനെയാൻ വഴിയില്ല. തമ്പി സാർ ഇതുവരെയായിട്ടും ഒരു ഫോൺ ചെയ്യുന്ന പോലും കണ്ടില്ല. പക്ഷെ ഇനിയിപ്പോ ശരണിന്റെ വേലയാണോ? ശരണായിരിക്കും ഇതിന് പിന്നില്. ശരണാണെ വെല്ലുവിളിക്കുകയും ചെയ്താ അജയനെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ. അങ്ങനെ അവരതൊക്കെ ഓർത്തോണ്ടിരുന്ന സമയത്ത് ശരൺ അങ്ങോട്ട് വന്നിറങ്ങുവാണ്. ശരണാണ് കല്യാണം കൂടാനായിട്ട് അങ്ങോട്ട് വന്നാ. ഇവിടുത്തെ അജയനെ കാണാതെ പോയ പ്രശ്നങ്ങളൊന്നും ശരൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശരൺ അങ്ങോട്ട് വരുമ്പോഴത്തേനും അമല കണ്ടത് ആദ്യം. പെട്ടെന്ന് അബിയും കൂടെ അങ്ങോട്ട് വന്നു. അബി കണ്ടു. പെട്ടെന്ന് അബി അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ശരണ്ടെ എന്നിട്ട് ശരണ്ടെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു. സത്യം പറയടാ, എന്തിയാ അജയ് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടും ശരൺ പറഞ്ഞു, അബിയേട്ടൻ എന്തൊക്കെയാ പറയണേ? അജയ് എവിടെയാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. നിനക്ക് അറിയത്തില്ലല്ലേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ കല്യാണം കൂടാൻ വന്ന അല്ലേന്ന് ചോദിക്കണം. അതെ അബിയേട്ട എനിക്ക് അറിയത്തില്ല അജയ് എവിടെയാന്ന്. ഞാൻ അജയനെ കണ്ടിട്ടില്ലെന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. നിനക്കൊന്നും അറിയത്തില്ലല്ലേന്ന് ചോദിക്കണം. അമല് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതെ അജയേട്ടനെ കാണുന്നില്ല, അന്ന് വിളിച്ചിട്ട് പോയതല്ലേ ശരണ. അങ്ങനെയാണെങ്കിൽ ശരണായിരിക്കുമല്ലോ കടത്തിക്കൊണ്ട് പോയത്. എവിടെയാണെങ്കിലും അജയനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. നിരഞ്ജനയുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് പറയാം. ഇതിക്കടെ ശരൺ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ സത്യ പറയണെന്ന് പറയണം. നീ കുറെ സത്യം പറയുന്നവന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശരണിനെ കോളറിനെ കുത്തിപ്പിടിച്ച് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും തമ്പി അത് ഇടയ്ക്കിലേക്ക് കയറി വിടുക. എന്തൊക്കെയാ കാണിക്കുന്നത്? നിങ്ങൾ അളിയനും തമ്മിൽ ഇങ്ങനെ ഇവിടെ കിടന്ന് പോരുവഴിയപ്പോഴെ തല്ലു കൂടിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? രണ്ടുപേരെയും കൂടെ മാറ്റി വിടുകയാണ്. പിന്നീട് ശരണോട് പറഞ്ഞു, അതെ നിന്റെ നാടകമൊക്കെ മതി, സത്യം പറയടാ, എവിടെയാ അജയ് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരൺ പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാനും നോക്കത്തില്ലെന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യും? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടാ. അപ്പൊ നീ മാറിയിരുന്ന് കളി കാണുമായിരുന്നില്ലേ? എന്നിട്ടോ അവനെ കാണുന്നില്ലെന്ന് എല്ലാവരും ഇവിടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നീ പതുക്കെ സ്ഥലത്തേക്ക് വന്നല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടോ ആകെപ്പാടെ ശരണ് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി. അപ്പത്തേനും ജാനകി അങ്ങോട്ട് ഓടി വരുവാണ്. ജാനകി ഓടി വന്നിട്ട് അഭിനയം വിളിച്ചു മാറ്റിയിരുത്തിട്ട്, എന്താ അഭിയേട്ടെ കാണിക്കുന്നേ? ശരൺ അങ്ങനെ ചെയ്യുമെന്ന് അഭിയേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല, വെറുതെ ഇവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കല്ലേന്ന് പറയണം. അപ്പൊ ശരൺ വന്നിട്ടുള്ള കാര്യം അമൃത ആ സമയം അറിയണം. അമൃത അങ്ങോട്ട് വന്നു. അമൃത വന്നിട്ട് എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. നാണമുണ്ടോ ശരണെ നിനക്ക്? വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വരാനായിട്ട് നിന്നെ ആരെങ്കിലും ക്ഷണിച്ചോ കല്യാണത്തിന്? എന്നിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നീ ശരിക്കും അജയനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? സത്യം പറ, എന്നോടുള്ള വാശിക്ക് നീ കാണിച്ചല്ലേ? നീ എവിടെ അജയനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നു ചോദിക്കുക. അമൃതേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, നീ കൂടുതലൊന്നും പറയണ്ട, നീ അതിന്റെ പിന്നിലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദേഷ്യം വന്നു ശരണിന്. ശരണ് പറഞ്ഞു, എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോ അജയനെ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന് ആദ്യം അന്വേഷിക്കുക. അത് എന്നോട് ചോദ്യം ചെയ്തിട്ടോ എന്നെ തല്ലിയിട്ടോ നീക്ക് ഒരിക്കലും അജയനെ കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം. അജയനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കുക ചെയ്യണ്ടേ, അല്ലാതെ എന്റെ നേർക്ക് ചാടിക്കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. അമൃത പറഞ്ഞു, കാണിച്ചു തരുന്നുണ്ട്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം ഈ അമൃത ആരെന്ന് കാണിച്ചു തരാന്ന് പറയണം. ഇത്ര ഒന്നും ചെയ്ത് കൂട്ടിയത് പോരാഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ കുടുംബത്തോട് ദ്രോഹം കാണിക്കുമല്ലേന്ന് പറയണം. ശരണിന് വല്ലാത്ത വിഷമമായി. പിന്നീട് സൂര്യനാരായണനൊക്കെ അങ്ങോട്ട് വരുവാണ്. ശരണിനെ തല്ലാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് ജാനകി പറയും, ശരണൻ നീ ഒന്ന് പോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടെ നിന്ന് പോകാൻ പറയാണ്. കാരണം അവിടെ ശരൺ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം തല്ലി മേടിക്കുന്നുള്ള കാര്യം ജാനകിക്ക് അറിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ജാനകി ശരणे ഉന്തി തല്ലിയും കൂടി വിടാൻ തുടങ്ങിയ ശരണൻ പറഞ്ഞു, ജാനി എടുത്തി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അജയനെ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാണ്, എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാണ്ട് ശ്രമിക്കണേന്ന് പറയണം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല ശരണേന്ന് പറയാണ്. പിന്നീട് ശരണെ അങ്ങോട്ട് കാറിനകത്തേക്ക് കയറ്റി അങ്ങോട്ട് വിടുവാണ്. ഈ സമയത്ത് അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അബി വല്ലാത്ത വിഷമം തിക്കുക. ജാനകി എന്നിട്ട് പറഞ്ഞു, അബിയേട്ടാ ഇനി ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അച്ഛനുമായിട്ട് കൂടി ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറയണം. കാരണം അജയുടെ കാറൊക്കെ അവിടെ കിടപ്പുണ്ട്, പക്ഷെ അജയ് എങ്ങനെ പോയി എങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. ഇത് കേട്ടത് അബി പറഞ്ഞു, അത് ശരിയാ. പിന്നീട് സൂര്യനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. സൂര്യനാരായണന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനി മുഹൂർത്തത്തിന് അധികം സമയമില്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോന്ന് ചോദിക്കും. ഇത് കേട്ട സൂര്യ പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്ത് കാണിക്കാനാ? അവ സ്വയം ഇഷ്ടപ്രകാരം പോയതാണല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയല്ലേ കാണിച്ചെന്ന് ചോദിക്കാം. ഇതങ്ങനെ ഞാൻ തോന്നില്ല, നിരഞ്ജനെ അവൻ ചതിക്കുമെന്ന് എനിക്ക് തോന്നില്ല, അവൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്, ആരും ഇതിന്റെ പിന്നിലുണ്ടച്ചാ, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഒരു പക്ഷെ അജയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിന് മുമ്പ് അവനെ വീണ്ടെടുക്കണമെന്ന് പറയാം.
സൂര്യനാരായണൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്യും പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ അങ്ങ് തകർന്ന മനസ്സോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് തമ്പി വന്നിട്ട് സൂര്യനാരായണനെ ആശ്വസിപ്പിക്കുക. പോട്ടെ, അവൻ എവിടെയുണ്ടായാലും വരും. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ആ ശരണ്യാണ് ഉറപ്പായിട്ടും അവൻ കടത്തിക്കൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറയാം. എന്താന്ന് എനിക്ക് അറിയത്തില്ല തമ്പി, ഒരു പക്ഷേ നിന്റെ മകളോട് അവൻ ചെയ്തതിന്റെ ക്രൂരതയുടെ ബലമായിരിക്കും ഇപ്പൊ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തമ്പിയോട് ഇങ്ങനെ സൂര്യനാരായണൻ പറയാണ്. തമ്പിയുടെ മനസ്സിലൊരു ക്രൂരമായ ചിരി വിടുന്നു. അതേ സന്തോഷം തന്നെയായിരുന്നു അപർണയ്ക്കും. എന്തെന്നില്ലാത്ത സന്തോഷം. ഡാഡി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അജയുടെ അഹങ്കാരത്തിന് നല്ല പണി തന്നെ കിട്ടിയിരിക്കുന്നത്. അവന് തന്നെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് നിരഞ്ജനയുടെ പുറകെ പോയവനാ. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ചിന്തയായിരുന്നു അപർണയുടെ മനസ്സിനറിയും. ആ സമയം തകർന്ന മനസ്സോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിരഞ്ജന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരഞ്ജനയുടെ അടുത്തേക്ക് നിരഞ്ജന അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കല്ലേ. എങ്ങനെ വിഷമിക്കാതിരിക്കുന്നു പറ. ഞാൻ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന അജയ് പോകുന്നതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി അവൻ വേറുള്ള ആരുടെയും കൂടെ പോയതാണോ അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണോന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. മോള് വിഷമിക്കാതിരിക്കുക. അജയ് വരും, ഉറപ്പായിട്ട് വരും. ഈ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ വരും. അവൻ നിന്റെ കഴുത്തിൽ താലി അറുത്തെന്ന് പറയാം. അമ്മയ്ക്കറിയാലോ, ഞാൻ ഡാഡിയെ വരെ ധിക്കരിച്ചാണ് ഈ വിവാഹത്തിന് ഇറങ്ങി തിരിച്ചത്. ഡാഡിക്ക് പോലും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ഒരു വ്യക്തി പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, അവസാനം മുഹൂർത്തം എത്തിക്കഴിഞ്ഞപ്പോ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ അപ്പൊ സ്വയം മനസ്സാലെ പോയതാണെന്നോ അറിയത്തില്ലോ എന്ന് പറയാണ്. ആ സമയം ജാനകി നേരെ അപർണയുടെ അമ്മയുടെ അടുത്തേക്ക് എല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവര് ചോദിച്ചു, അല്ല അജയനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുക. ഇല്ല, ഒരു വിവരം കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ടും അജയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ആരോ അവനെ തട്ടിക്കൊണ്ട് പോയതാ. എന്താണെങ്കിലും അഭിയേട്ടൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. അഭിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടത് അവരുടെ മുഖമൊന്നും മാറി. അവർക്കറിയാം തന്റെ ഭർത്താവും മകളും കൂടെ ചേർന്നിട്ടാണ് ഈ ചതികളൊക്കെ നടത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു, ആരാ തട്ടിക്കൊണ്ട് പോയെങ്കിലും അവരെന്താണോ അധികം വയ്യാതെ പോലീസിന്റെ പിടിയിലാവും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അജയ് സ്വയം മനസ്സാലെ പോയിരിക്കുന്നല്ല. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുത്തനെയും വെറുതെ വിടാൻ പോകുന്നില്ല. അധികം വൈകാതെ തന്നെ അവർ പോലീസ് കസ്റ്റഡിയിലാവും. ആരാന്നുള്ള സത്യം അതിനു മുമ്പ് പറയുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ അജയ് എങ്ങനെ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അജയനെ ആരാ തട്ടിക്കൊണ്ട് പോകാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒരു രക്ഷയുണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയുടെ അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. അത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു ജാനകിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. ഒരു പക്ഷെ ഇവർക്ക് അതറിയാം. ഇവര് പുറത്ത് പറയാത്തായിരിക്കും. ഇനിയിപ്പോ തമ്പിയെങ്ങാനും ആണോ തട്ടിക്കൊണ്ട് പോയാൽ നല്ല സംശയമുണ്ട്. പിന്നീട് ജാനകി നേരെ പോകുന്ന നിരഞ്ജനയുടെ അരിയിലേക്കാണ്. നിരഞ്ജന കരഞ്ഞുകൊണ്ടിരിക്കുക. നിരഞ്ജന എടുത്തിട്ട് മോള് സങ്കടപ്പെടണ്ട, എന്താണോ അജയ് വരൂ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജന പറഞ്ഞു, ഏട്ടത്തി എന്നെ വെറുതെ സമാധാനിപ്പിക്കാൻ പറയണ്ടെന്ന് പറയണേ. മുമ്പേ ഏട്ടത്തി ഇത് തന്നെയല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ മോളെ ഞാൻ വേണ്ട എനിക്കറിയാം അജയ് ആരുടെയോ ഒപ്പം പോയതാ. എനിക്ക് തോന്നേ അവന് വേറെ ഏതെങ്കിലും വല്ല ഗേൾഫ്രണ്ട് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റോസ്മേരിയുടെ പേര് ഇവിടെ ആരണ്ടൊക്കെയോ പറയുന്നത് കേട്ടു. ആ റോസ്മേരി ഇവിടെ വന്നായിരുന്നോ? എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ റോസ്മേരി എങ്ങാനും തട്ടിക്കൊണ്ട് പോയതാണോ? അത് സംശയമുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഒരു കാരണമില്ലാതെ അങ്ങനെ അജയനെ തട്ടിക്കൊണ്ട് പോവോ? എനിക്കറിയത്തില്ല ജാനിയടുത്തി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അജയ് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടതും ജാനകിക്ക് പിന്നെ എന്താണ് ചെയ്യണമെന്നറിയില്ല. അവൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ജാനി പറഞ്ഞു, മോളെ നീ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ ഉണ്ടല്ലോ മുഹൂർത്തത്തിന്. ആ അരമണിക്കൂറിൽ തന്നെ അവനെ കൊണ്ടുവരുമെന്ന് പറയണം. വേണ്ട ജാനിയടുത്തിനോട് കള്ളം പറയണ്ടെന്ന് പറയണം. ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും. വിശ്വാസമായിരുന്നു ജാനിയടുത്തിന്, എനിക്ക് 100% വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ കല്യാണം ഇവിടം വരെ എത്തിയത്. പക്ഷെ എനിക്ക് ഇപ്പം വിശ്വാസമില്ല. ജാനിയടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അജയനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കൊണ്ടുവരണമെന്ന്. അതെ, എന്നിട്ട് ജാനിയടുത്തേ പറഞ്ഞേ അരമണിക്കൂർ തന്നെ അവനോട് വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാണ്. ജാനകിക്കാണെങ്കിൽ അടിമുടി പെരുത്തേറി. ജാനകിക്ക് നല്ല സംശയമുണ്ട് ഇനിയിപ്പോൾ റോസ്മേരി ആണോ. റോസ്മേരിനെ കുറിച്ച് പോലീസുകാരോട് പറയുന്നുണ്ട് അവൾ ആരാ എന്താന്നൊക്കെ അന്വേഷിക്കണം. ഇനിയിപ്പോൾ അവളാണോ തട്ടിക്കൊണ്ട് പോയെന്ന് അറിയത്തില്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരാൾ അവളാണല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അജയനും മുഹൂർത്തത്തിന് മുമ്പ് എന്തായാലും വരും. തമ്പിയുടെ ചതിയാന്ന് ഇനിയിപ്പം അളകാപുരിക്കാർ തിരിച്ചു പറയുമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല അവളൊരു നിരഞ്ജനമായിട്ടുള്ള കല്യാണം നടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.